അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയയും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയയും വേണ്ട. അവർ വൈക്കോൽ പോലെ ഉണങ്ങിപ്പോകുന്നു, പച്ചപ്പുല്ല് പോലെ വാടിപ്പോകുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, വിശ്വസ്തത പുലർത്തി ഭൂമിയിൽ വസിക്കുക. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയാഭിലാഷം അവിടുന്ന് നിറവേറ്റും. കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ മാർഗം നേരെയാക്കുക, അവിടുന്ന് അഭയം പ്രാപിക്കുക. അവിടുന്ന് തന്നെ എല്ലാം ചെയ്തുകൊള്ളും. നിന്റെ നീതിയെ പ്രകാശം പോലെയും ന്യായവിധികളെ മധ്യാഹ്നം പോലെയുമാക്കും. കർത്താവിനോട് അപേക്ഷിക്കുക, തിരുമുമ്പിൽ പ്രാർത്ഥിക്കുക. ദുഷ്ടൻ തന്റെ മാർഗത്തിൽ അഭിവൃദ്ധിപ്പെട്ടാലും അവനോട് നീ അസൂയപ്പെടേണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ക്രോധമടയുകയും ചെയ്യുക. തിന്മ ചെയ്യാൻ താല്പര്യപ്പെടരുത്, കാരണം തിന്മ ചെയ്യുന്നവർ നശിച്ചു പോകും. കർത്താവിൽ ആശ്രയിക്കുന്നവരോ ഭൂമി അവകാശമാക്കും. നീ ദുഷ്ടനെ അന്വേഷിച്ചാൽ അവൻ അവിടെ ഉണ്ടായിരിക്കുകയില്ല. അവന്റെ സ്ഥലത്ത് എത്ര നോക്കിയാലും അവനെ നീ കണ്ടെത്തില്ല. ദരിദ്രർ ഭൂമി അവകാശമാക്കും, അവർ വലിയ സമാധാനം അനുഭവിക്കും. ദുഷ്ടൻ നീതിമാനെതിരെ രോഷം കൊള്ളുന്നു, അവന്റെ നേരെ പല്ലിറങ്ങുന്നു. കർത്താവ് ദുഷ്ടനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം അടുത്തുവെന്ന് അവിടുന്ന് അറിയുന്നു. ദുഷ്ടർ വാലോലുകയും വില്ലുകുലയ്ക്കുകയും ചെയ്യുന്നു. എളിയവരെയും ദരിദ്രരെയും നേർവഴിയിൽ ചലിക്കുന്നവരെയും വധിക്കാൻ ശ്രമിക്കുന്നു. ആ വാൾ അവരുടെ തന്നെ ഹൃദയത്തെ ഭേദിക്കും, അവരുടെ വില്ലുകൾ തകർക്കപ്പെടും. ദുഷ്ടന്റെ വലിയ സമ്പത്തിനേക്കാൾ
നീതിമാന്റെ ചെറുസമ്പാദ്യം മെച്ചമാകുന്നു. അധർമ്മികളുടെ ഭുജങ്ങൾ തകർക്കപ്പെടും, ധാർമ്മികരെ കർത്താവ് താങ്ങിക്കൊള്ളും. പരമാർത്ഥികളുടെ ദിനങ്ങൾ കർത്താവ് അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുരിതകാലത്ത് അവർ ലജ്ജിതരാകില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരാകും, അധർമ്മികളോ നാശമടയും. കർത്താവിന്റെ ശത്രുക്കൾ ശോഷിച്ചു പോകും, പുക പോലെ അവർ മാഞ്ഞു പോകും. ദുഷ്ടൻ കടം വാങ്ങുന്നുവെങ്കിലും വീട്ടുന്നില്ല, നീതിമാനോ ഉദാരമായി ദാനം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി അവകാശമാക്കും, ശാപഗ്രസ്തരോ നശിച്ചു പോകും. മനുഷ്യന്റെ ചുവടുവയ്പ്പുകൾ കർത്താവ് ക്രമപ്പെടുത്തുന്നു, അവന്റെ പാത ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവൻ വീണാലും പരിക്കേൽക്കില്ല, കർത്താവ് അവനെ കൈപിടിച്ചിരിക്കുന്നു. നീതിമാൻ തിരസ്കൃതനാകുന്നതോ, അവന്റെ മക്കൾ അപ്പം യാചിക്കുന്നതോ ബാല്യം മുതൽ ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്നും ദയാപൂർവം ദാനം ചെയ്യുന്നു, അവന്റെ മക്കൾ അനുഗ്രഹീതരാകും. തിന്മ ഉപേക്ഷിച്ച് നന്മ ചെയ്യുക, എങ്കിൽ നിനക്ക് എന്നേക്കും ആശ്വാസം ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, ധർമ്മിഷ്ഠരെ അവിടുന്ന് കൈവെടിയില്ല. അവരെ എന്നേക്കും സംരക്ഷിക്കും, ദുഷ്ടരുടെ സന്തതിയെ നശിപ്പിക്കും. നീതിനിഷ്ഠർ ഭൂമി അവകാശമാക്കും, എന്നെന്നും അവർ അതിൽ വസിക്കും. നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം ഉരുവിടുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ദൈവകൽപ്പനകൾ അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ പാദങ്ങൾ പിഴയ്ക്കുന്നില്ല. ദുഷ്ടൻ നീതിമാനെ നോക്കിയിരിക്കുന്നു, അവനെ വധിക്കാൻ തക്കം പാർത്തിരിക്കുന്നു. കർത്താവ് അവനെ ദുഷ്ടന്റെ കൈകളിൽ വിട്ടുകൊടുക്കില്ല, അവിടുന്ന് ദുഷ്ടനെ കുറ്റം വിധിക്കും. കർത്താവിൽ ശരണപ്പെടുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമാക്കാൻ അവിടുന്ന് നിന്നെ ഉയർത്തും, ദുഷ്ടൻ നശിക്കുന്നത് നീ കാണും. ദുഷ്കർമ്മികൾ സ്വയം പുകഴ്ത്തുന്നതും കാട്ടിലെ വൃക്ഷം പോലെ തഴച്ചു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അവരെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പരമാർത്ഥത പാലിക്കുക, സത്യം ആശ്ലേഷിക്കുക, സമാധാനശീലന്റെ അന്ത്യം ശോഭനമായിരിക്കും. പാപികൾ ഒന്നടങ്കം നശിക്കും, അധർമ്മികളുടെ അന്ത്യം നാശമായിരിക്കും. നീതിനിഷ്ഠരുടെ രക്ഷകൻ കർത്താവാകുന്നു, ദുരിതകാലത്ത് അവിടുന്ന് അവരെ പരിപാലിക്കും. കർത്താവ് അവരെ സഹായിക്കുകയും രക്ഷിക്കുകയും ദുഷ്ടരിൽ നിന്ന് മോചിക്കുകയും ചെയ്യുന്നു. അവർ അവിടുത്തെ ശരണം പ്രാപിച്ചു, അതിനാൽ അവിടുന്ന് അവർക്ക് രക്ഷ നൽകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്നിലുള്ള വെളിച്ചമിരുളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നയനപുടത്തിൽ നിപതിക്കും ദിനകരരശ്മികൾ അതിസൂക്ഷ്മം പരിശോധിക്കാൻ മിഴിപോട്ടും മാനവരിരുളിൽ വീണുഴലും. ഞാൻ നിന്നെ ജനതകൾക്ക് പ്രകാശമായി നൽകിയിരിക്കുന്നു. സച്ചരിതർക്കൊരുദീപസമം നാഥനുദിച്ചു പ്രകാശിച്ചു, നിർമ്മലമാനസരി പ്രഭതൻ മഞ്ജുള കാന്തിയണിഞ്ഞല്ലോ. കർത്താവിന്റെ മഹത്വം സമുന്നതമാകുന്നു. പകലിൻ ദീപ്തി പരന്നപ്പോൾ ഇരുളിൻ ശക്തി നശിച്ചല്ലോ. കർത്താവിൽ നൽപ്രഭ വന്നേ, ധരയിൽ മർത്തിരിരൊളി വീശി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
മൃതരായി മഞ്ഞിലടിഞ്ഞവരിൽ ദിവ്യപ്രഭയത വീശുകയാൽ മൃതിയിൽ നിന്നുമുയർത്തവരാ പ്രഭയെ വാഴ്ത്തി പാടി സദാ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, എത്ര നാൾ അങ്ങ് വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും. എത്ര നാൾ അങ്ങ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും. എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും. ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവിക മാമ്പലമേകിയിടണമേ. അഗതിക്ക് അഭയം കർത്താവേ,
സ്തുതി പാടി നമിക്കാൻ കനിവിന്നാഥ കൃപയേകണമേ. ദാസരടയ്ക്കും സഞ്ചേരികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ് ശ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലാലസമായ മനസ്സോടുകൂടി വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര